തീപിടിച്ചോറിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. കവിയും കമ്മ്യൂണിസ്റ്റുകാരനുമായിരുന്ന ഒരു മനുഷ്യൻ കർത്താവിനെ കണ്ടുമുട്ടിയതിൻ്റെ കഥ. കർത്താവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ ജീവിതം ആകപ്പാടെ മാറിപ്പോയി. ജീവിതം മുഴുവനായും ദൈവത്തിനായി സമർപ്പിച്ച് കർത്താവിൻ്റെ വേലയിൽ കഴിഞ്ഞ 30-ലധികം വർഷങ്ങളായി ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുന്ന ഒരു മനുഷ്യനെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നു. ബ്രദർ ജോസ് പനച്ചിക്കാട്. ബ്രദറെ സ്വാഗതം. അങ്ങയുടെ വീട് എവിടെയാണ് ശരിക്കും? ഈ പനച്ചിക്കാട് എന്ന് പറയുന്ന വീട്ടുപേരാണോ അതോ കോട്ടയത്തൊരു സ്ഥലമുണ്ടല്ലോ പനച്ചിക്കാട്, എവിടെയാണ്? അങ്ങനൊരു സ്ഥലമുണ്ട്. ഈ പനച്ചിക്കാട് എന്നുള്ളത് എൻ്റെ വീട്ടുപേരാണ്. ശരി. എൻ്റെ വീട് കോട്ടയത്ത് കൊടമാളൂരാണ്. അതിപ്പോൾ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അൽഫോൻസാമ്മയുടെ ജന്മഗൃഹത്തിന്റെ തൊട്ടടുത്തായിരുന്നു വീട്. തൊട്ടടുത്ത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് പള്ളിക്കടുത്തോട്ട്, ഒരു ഇടവക തന്നെ തൊട്ടടുത്തായിരുന്നു. ഇപ്പോൾ ഒരു 10 വർഷമായിട്ട് പള്ളിക്കടുത്തേക്ക് മാറി. ഈ ശുശ്രൂഷ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം എന്തായിരുന്നു? വളരെ ചെറുപ്പം മുതലേ ഒരു ഭക്തനായിരുന്നോ അതോ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു? അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു? എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് എൻ്റെ അപ്പൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥക്കാലത്തൊക്കെ ഒളിവിൽ പോയ ആളാണ്. പാർട്ടി പ്രവർത്തകനാണ്. അപ്പോൾ എൻ്റെ ഓർമ്മയിലും ഞാനിതാണ് കണ്ടതും കേട്ടതും വളർന്നതും. അങ്ങനെ ഞാൻ ആദ്യ കുർബാനയ്ക്ക് പള്ളിയിൽ എന്നെ പോയത് ഓർക്കുന്നുണ്ട്. അന്ന് എൻ്റെ അപ്പനും അമ്മയും എന്നെ കൊണ്ടുപോയിട്ട് ഞാൻ ഓർക്കുന്നില്ല. എൻ്റെ അന്ന് ഈ അപ്പൻ ഒരു തീവ്ര കമ്മ്യൂണിസ്റ്റ് ആദ്യ കുർബാനയ്ക്കൊക്കെ വന്നിട്ടില്ല. അപ്പം കല്യാണത്തിന് പള്ളിയിൽ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ ആദ്യ കുർബാനയ്ക്ക് പോയതിനു ശേഷം പിറ്റേ ആഴ്ച പുത്തൻ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് ഒന്നുകൂടെ പോയി. പിന്നെ പോയിട്ടില്ല. ആ പ്രായത്തിൽ തന്നെ പിന്നെ പോയിട്ടില്ല. സൺഡേ സ്കൂള് 4-5 ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അമ്മയും ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നോ? അപ്പൻ്റെ സപ്പോർട്ടാണ്. പക്ഷെ അമ്മ നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോയി, വേറൊരു വിശ്വാസത്തിലേക്കായി. വേറൊരു ആ കാലഘട്ടത്തിൽ തന്നെ. അപ്പം ചെറുപ്പം തൊട്ട് എനിക്ക് അങ്ങനെ ഒരു ട്രെയിനിങ് ഇല്ല. അങ്ങനെ അപ്പൻ എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഒരു 5-6 ക്ലാസ് തൊട്ട് രോഗിയായിപ്പോയി. ഞാൻ പഠിക്കുകയും പണിക്ക് പോയും കൂടിയായിരുന്നു. പകൽ സമയം പഠിക്കാൻ പോകും. ഈ വൈകുന്നേര സമയങ്ങളിൽ അടുത്ത തടിമില്ലുകളുണ്ട്, അവിടെ ചെറിയ ചെറിയ ജോലികൾ ഒക്കെ ചെയ്ത് അത്രയും ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. അപ്പം നടന്ന് കിടക്കുകയായിരുന്നു. അവസാനമായപ്പോൾ അമ്മ ഒരു നഴ്സറി സ്കൂള് ടീച്ചറായിരുന്നു. അങ്ങനെ ഞാൻ അവസാനം പഠിച്ചു, ഡിഗ്രി വരെ പഠിച്ചു. ഞാൻ BA എക്കണോമിക്സ് മാന്നാനം KE കോളേജിലാണ്. പഠിക്കുമായിരുന്നു. അപ്പം ഞാൻ സ്പോർട്സുകാരനായിരുന്നു. സ്പോർട്സുകാരെന്ന് പറഞ്ഞാൽ എനിക്ക് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ജിംനാസ്റ്റിക്സിന് പ്രൈസ് ഉണ്ട്. അത്ലറ്റിക്സ് കോട്ടയം ജില്ല ചാമ്പ്യനാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ. അത് ഏത് കാലഘട്ടത്തിലാണ്? അത് ഞാൻ 86 കാലഘട്ടത്തിലാണ്. ഏത് കോളേജിലാണ് പഠിച്ചത്? CMS മാന്നാനത്ത് KE കോളേജ്. അപ്പം കബഡി സ്റ്റേറ്റ് കളിച്ചു, ഫുട്ബോൾ സ്റ്റേറ്റ് കളിച്ചു. കോക്കോ എന്ന് പറയുന്ന ഗെയിമിൻ്റെ യൂണിവേഴ്സിറ്റി ക്യാപ്റ്റൻ അത് 2 നാഷണൽ പോയിട്ടുണ്ട്. അപ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷനൊക്കെ അഡ്മിഷൻ കിട്ടിയപ്പോൾ വേണ്ട, എനിക്ക് LLBക്ക് പോകണമെന്നാണ് വലിയ ആഗ്രഹം. അല്ല, അപ്പോൾ ഈ ഇത്രയും സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ അന്ന് ഈ ഇന്റർനാഷണൽ ലെവലിലൊക്കെ പോയിട്ടുള്ള സ്ഥിതിക്ക് ഒരു ജോലി കിട്ടുക എന്നുള്ളത് ആ കാലഘട്ടത്തിൽ വളരെ എളുപ്പമായിരുന്നു. പക്ഷേ എൻ്റെ ആഗ്രഹം LLBയാണ്, ഒരു അഡ്വക്കേറ്റ് ആകണം. ജോലിക്കൊന്നും ശ്രമിച്ചില്ല? ഇല്ല, എനിക്ക് LLBക്ക് പോകണം. അപ്പോൾ ഡിഗ്രി രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ നമ്മൾ ആ മേഖലയിലാണല്ലോ. അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഏരിയ വൈസ് പ്രസിഡന്റും ഏരിയ വൈസ് പ്രസിഡന്റും യൂണിറ്റ് സെക്രട്ടറിയും ഒക്കെ ആണല്ലോ. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് ഞാൻ കോളേജിൽ പോകുന്ന നേരത്തെ എൻ്റെ അപ്പൻ എൻ്റെ കൺമുമ്പിൽ വെച്ച് എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം മേടിച്ച് കുടിച്ച് മരിക്കുകയാണ്. മരിക്കുകയാണ്. അതെൻ്റെ ജീവിതത്തിൽ വലിയ ഷോക്കായി. കാരണം അപ്പനോട് വലിയ സ്നേഹമായിരുന്നു. എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. എൻ്റെ ഒരു മാതൃകാ പുരുഷനായിരുന്നു. കാരണം അപ്പനൊരു ജെന്റിൽമാനായിരുന്നു. പള്ളിയിൽ പോകുന്നില്ല, വിശ്വാസം ഇല്ലെങ്കിൽ പോലും അപ്പൻ വാക്കിന് വില കളിപ്പിക്കുന്നതാണ്. അപ്പം പറഞ്ഞതായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന ശേഷം അപ്പം ധാർമ്മിക മൂല്യങ്ങളുള്ള മനുഷ്യനായിരുന്നു. അപ്പോൾ അപ്പം മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ജീവിതത്തിൽ വലിയ വിഷമങ്ങളായി. അപ്പോൾ എനിക്ക് രാത്രികളൊന്നും ഉറക്കമില്ല. അപ്പം ഞാൻ ചിന്തിച്ചു, ഇങ്ങനെ ഉറക്കമില്ലാതെ കിടക്കുമ്പോൾ ചിന്തിക്കും എന്ത് ചെയ്യും. അപ്പം എൻ്റെ ഉള്ളിലൊരു തോന്നൽ അല്ലെങ്കിൽ ഒരു പ്രേരണ, പള്ളിയിൽ പോയ പ്രശ്നങ്ങൾ തീരും. അപ്പം മരിച്ചു, അപ്പനെ പള്ളിയിലൊന്നും അല്ല അടക്കിയതേ. അപ്പം നമ്മൾ അതെന്തായിരുന്നു? കമ്മ്യൂണിസ്റ്റുകാരനല്ലേ, നമുക്ക് ദൈവം ഇല്ലല്ലോ. കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും പള്ളിയിൽ അടക്കുന്നതിന് തടസ്സമൊന്നുമില്ലല്ലോ. ആ പള്ളിയിൽ പോകാത്തവനെ എങ്ങനെ പള്ളിയിൽ അടക്കുന്നത്? പള്ളിക്ക് തെമ്മാടിക്കുഴിയില്ല, ഞങ്ങൾ വേറെ അടക്കിയത്. പഞ്ചായത്ത് അങ്ങനെയൊക്കെയാണ് അടക്കിയത്. ഞാനിതൊന്നും അധികം പേരോട് പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ ഒരു
നെഗറ്റീവ് ഫീലിങ്സ് പറഞ്ഞ് കുഴപ്പമില്ല. നമ്മൾ പബ്ലിക് നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് വന്നതെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു പ്രസക്തിയുണ്ട്. അത് ഞാൻ പറഞ്ഞു ആക്കണ്ട, അത് സ്വീകരിക്കുന്നവർ ആ രീതി കാണട്ടെ, നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട്. അപ്പം മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ തോന്നണ്ടേ പള്ളിയിൽ പോകണം. അതങ്ങനെ അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് ആശയം ഉള്ളിൽ നിറച്ചു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഇതുവരെ പള്ളിയിൽ പോകാത്തൊരു വ്യക്തി, അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പള്ളിയിൽ അടക്കാതെ പൊതുസ്ഥലത്ത് അടക്കം ചെയ്യപ്പെടേണ്ടി വന്ന ഒരു അപ്പൻ്റെ മകൻ. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തി ചുമ്മാ ഒരു തോന്നലങ്ങ് തോന്നുമോ സാധാരണഗതിയിൽ പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ? അത് വലിയ സംഘർഷമാണ് കുറേ ദിവസത്തേക്ക്. പോകണമെന്ന് മനസ്സ് പറയുന്നു, ബുദ്ധി പറയുന്നു പോകണ്ട. ബുദ്ധി പറയുന്നു അഭിമാനം, അഭിമാനമല്ല ദുരഭിമാനം എന്നാണല്ലോ അതിന് പറയേണ്ടത്. അപ്പം ഉള്ളിൽ പറയുന്നു പോകണം, ബുദ്ധി പറയുന്നു പോകരുത്. കാരണം നമ്മളെ നന്ന് നയിക്കുന്നത് ബുദ്ധിയാണല്ലോ, നമ്മുടെ സിദ്ധാന്തം എല്ലാം ബുദ്ധിയുടെ തലത്തിലാണല്ലോ. പക്ഷേ എന്തോ ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് പള്ളിയിൽ പോയി. അത് എങ്ങനെ പോയി എന്ന് പറയാൻ പറ്റത്തില്ല, എന്നെ കൊണ്ടുപോയി എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഒന്നും ചെയ്തില്ല, ഒന്നുമില്ല. ഞാൻ പള്ളിയിൽ ചെന്ന് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പം. എത്ര വർഷത്തിന് ശേഷമായിരുന്നു ഈ കുമ്പസാരം കുർബാനയൊക്കെ? അപ്പം മരിച്ചു 1 വർഷം തികയുന്നതിന് മുമ്പ്. അല്ല, ടോട്ടലി ഇതിനു മുമ്പ് ആദ്യ കുർബാനയ്ക്ക് പോയതാ? അത് ആദ്യ കുർബാനയ്ക്ക് പോയത് ചെറുപ്പത്തിലല്ല, 5ാം ക്ലാസ് 6ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് നമ്മൾ ആദ്യ കുർബാന. അതിനുശേഷം ഡിഗ്രി കഴിയുമ്പോഴത്തേക്ക് ഡിഗ്രി കഴിയുമ്പോഴത്തേക്കാണ് ഈ സംഭവം. അപ്പം ആൾക്കാരെല്ലാം ചുറ്റിനും കൂടി. കാരണം ഒരു അത്ഭുതമാണല്ലോ അത്. അതിന് മിണ്ടാത്തവരൊന്നും മിണ്ടുന്നു. ഇപ്പോൾ എനിക്കൊരു അത്ഭുതമാണല്ലോ. അപ്പം എന്നോട് അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞു, ഒരു ധ്യാനമുണ്ട്, അതിന് പോകാമോ? അപ്പം ധ്യാനം എന്നാ ധ്യാനം നമുക്കറിയത്തില്ല. അപ്പോൾ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ 1992 ഇവരെന്നെ ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ കൊണ്ടാക്കി. അപ്പം ഞാൻ ചോദിക്കുന്നത്, അങ്ങൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവിടുത്തെ ലോക്കൽ ഒരു നേതൃത്വത്തിലൊക്കെ ഉള്ള ആളാണല്ലോ. അതെ. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തി, അങ്ങനെ കവിയായിരുന്നു, അതുപോലെ സ്പോർട്സ് പോലെയുള്ള മേഖലകളിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ്. അതെ അതെ. നന്നായിട്ട് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അങ്ങനെ എല്ലാ വിശേഷണങ്ങളുള്ള ഒരാൾ ചുമ്മാ ഒരു തോന്നലങ്ങ് തോന്നുവാണോ എനിക്ക് ധ്യാനത്തിന് പോകണം, പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ? അതായത് എൻ്റെ ബുദ്ധി പറയുന്നു പോകണ്ട, ഉള്ളു പറയുന്നു പോകണം. ഉള്ളു എന്ന് പറയുന്നത് അന്ന് എന്താണെന്ന് അറിയില്ലല്ലോ. നമുക്കറിയാലോ, മനസ്സാക്ഷി എന്ന് പറയും, മനസ്സിൻ്റെ സാക്ഷി എന്ന് പറയുന്നത് ദൈവമാണല്ലോ, മനസ്സാക്ഷി എന്ന് പറയുന്നത്. അപ്പോൾ അത് ദൈവമായിരുന്നു, അത് അന്ന് മനസ്സിലായില്ല. അപ്പോൾ ബുദ്ധി പറയുന്നത് വേണ്ട വേണ്ട വേണ്ട, പക്ഷെ മനസ്സിൽ പറയുന്നു പോകണം. അത് അന്ന് മനസ്സിലായി, ഇന്ന് മനസ്സിലായി, അത് ദൈവമായിരുന്നു ഉള്ളിൽ എന്നോട് സംസാരിച്ചത്. അങ്ങനെ ഞാൻ ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ ചെന്നപ്പോഴത്തേക്ക് പനക്കരച്ചൻ്റെ വചനം പറഞ്ഞു. ജോർജ് പനക്കരച്ചൻ ഡയറക്ടറായിരുന്നു 92. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അപ്പോൾ മറ്റുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഇപ്പം എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ എൻ്റെ രാജ്യം എന്ന് പറയുന്നത് വേറെയാണ്. ഈ രാജ്യവും നീതി എന്നാന്ന് കേട്ട് എനിക്ക് ആകാംക്ഷ ചെയ്തു കേൾക്കണമെന്ന്. അപ്പോൾ ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. അപ്പോൾ എന്താണ് പരിശുദ്ധാത്മാവ്, എന്താണ് നീതി? ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുക. അപ്പോൾ ഭയങ്കര നമ്മൾ എല്ലാം ബുദ്ധിയുടെ തലത്തിൽ കാണുന്നതുകൊണ്ട് വലിയ സന്തോഷമാണ്. ഇതിങ്ങനെ നമ്മൾ ഒരു ഒബ്സർവേഷനാണല്ലോ പോകുന്നത്, അല്ല നമ്മൾ ബോധപൂർവം ഒരു ചിന്തയിലല്ല ധ്യാനത്തിലിരിക്കുന്നത്. ഇതെന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യുവാണല്ലോ, കാരണം ബുദ്ധിയാണല്ലോ നമ്മളെ നയിക്കുന്നത്. അപ്പോൾ ഇതെന്നെ മാനസാന്തരപ്പെടുത്തി. അപ്പം ധ്യാനം കഴിഞ്ഞ് ഞാൻ അച്ഛനെ കാണാൻ ചെന്നു. അച്ഛൻ എന്നെ വിളിച്ച് വരാൻ പറഞ്ഞു. അച്ഛൻ തലയൊക്കെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മോനെ കർത്താവ് നിന്നെ ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്കിതൊന്നും അറിയത്തില്ല, ഞാൻ ഇങ്ങനെ സാഹചര്യത്തിലാണ് വന്നത്. നല്ലൊരു രസകരമായ ഒരു സംഭവം ഉണ്ടായി, പറയട്ടെ, കുഴപ്പമില്ലല്ലോ? തീർച്ചയായിട്ടും. അപ്പം ഞാൻ നിങ്ങൾ മത്തായി 6:33 നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, മറ്റുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്നു. അടുത്ത ചേട്ടനോട് ചോദിച്ചു. പലരും ഇങ്ങനെ ഈ സാമ്പത്തികമായിട്ടൊക്കെ പൊളിഞ്ഞ് തകർന്ന് വേറെ ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് പലരും ധ്യാനത്തിനൊക്കെ കൂടാൻ പോകുന്നത്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഇവരെ സ്വാഭാവികമായിട്ടും ഒത്തിരി ആകർഷിക്കപ്പെടുന്ന ഒരു വാക്യമാണ് ഈ മത്തായി 6:33. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ അധ്വാനിച്ചിട്ടും ഒരുപാട് അന്വേഷിച്ചിട്ടും ചെയ്തിട്ടും ഒന്നും ഗതി പിടിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ദൈവത്തിൻ്റെ രാജ്യം നീതി അന്വേഷിക്കുക, അതിനേക്കാൾ ഉപരിയായിട്ട് അവരെ ആകർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്നുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ ഈ ദാരിദ്ര്യം നിറഞ്ഞ അല്ലെങ്കിൽ കടബാധ്യതകൾ നിറഞ്ഞ ഈ സിറ്റുവേഷനിൽ ഈ കൂട്ടിച്ചേർക്കപ്പെടും എന്നുള്ളത്, അതായത് സമ്പത്ത് കൂട്ടിച്ചേർക്കപ്പെടാം, വീട്, ജോലി, കാര്യങ്ങൾ, ഇതെല്ലാം അങ്ങനെ ഒരു ആകർഷണമായിരിക്കാം പലരെയും ഈ വചനം സ്വാധീനിച്ചെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു അനുഭവമായിരുന്നു. കാരണം ഒത്തിരി കഷ്ടതകളും ദാരിദ്ര്യവും പ്രയാസമൊക്കെ ഉള്ള സമയമായിരുന്നല്ലോ. അതല്ലല്ലോ, പക്ഷെ എൻ്റെ ഹൃദയത്തിലൊരു എന്തോ ഒരു അന്വേഷണം, ഒരു തൃപ്തിയില്ലായ്മ, നമ്മുടെ ശൂന്യത എന്നൊക്കെ പറയുന്നത്.
ആത്മാവെന്ന് പിന്നീട് മനസ്സിലായി ആത്മാവിന് ദാരിദ്ര്യമായിരുന്നു എന്നൊക്കെ. അപ്പം ദൈവത്തെ കിട്ടാത്തതിൻ്റെ ഒരു ദാരിദ്ര്യമായിരുന്നു, അല്ലാതെ അപ്പൊ ഈ അടുത്തിരുന്ന ആളോട് എന്താ ചോദിച്ചത്? ഞാൻ ചോദിച്ചു, ചേട്ടാ ഈ മത്തായി എവിടെയാന്ന് ചോദിച്ചു. ആ ചേട്ടൻ ഒരു തമാശക്കാരൻ, ബൈബിളിലാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബുക്ക് സ്റ്റോളിൽ പോയി ബൈബിൾ മേടിച്ചു. ബൈബിളിൽ വെച്ച് പറഞ്ഞു, ഈ അടുത്തൊരു ചേട്ടനോട്, ചേട്ടാ മത്തായി എവിടെയാന്ന് ചോദിച്ചു. അതാദ്യം ഞാൻ തുറന്ന് നോക്കി ഉൽപ്പത്തിയാണ് കണ്ടത്. ഞാൻ പറഞ്ഞു, ചേട്ടാ ഉൽപ്പത്തിയാണോ? എവിടെ മത്തായി അവസാനമാണെന്ന് പറഞ്ഞു. ഞാൻ അവസാനം നോക്കി വെളിപാടാകണ്ടേ, മത്തായിയെ കാണുന്നില്ല. അപ്പം ഞാൻ ഈ ബുക്ക് സ്റ്റോളിൽ ചെന്നു, ബൈബിളുമായിട്ട്. ഞാൻ എനിക്കൊരു പുതിയ, അപ്പം ഞാൻ ചേട്ടനോട്, ചേട്ടാ അത് എവിടെയാണ്? അത് പുതിയ നിയമത്തിലാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എനിക്കൊരു പുതിയ നിയമം തരാമോ? അപ്പം എൻ്റെ കയ്യിൽ ബൈബിൾ കണ്ടിട്ട് സമ്പൂർണ്ണ ബൈബിളാണ്. എന്തിനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ബൈബിളിൽ മത്തായി ഇല്ല, അപ്പം മത്തായി കണ്ടുപിടിക്കാനാന്ന് പറഞ്ഞു. അവരിവിടെ തൻ്റെ ബൈബിളിലുണ്ട്, അത് അവസാനമാണ്. ഞാനത് വെളിപാടാന്ന് പറഞ്ഞു. അങ്ങനെ മത്തായി കണ്ടുപിടിക്കാൻ പാടുപെട്ട ഞാൻ എങ്ങനെ സുവിശേഷം പ്രസംഗിക്കും? അപ്പം ഞാനത് പറഞ്ഞപ്പോൾ പനക്കിളച്ചും ചിരിച്ചു. പനക്കിളച്ചങ്ങനെ സാധാരണ എങ്ങനെ അധികം ചിരിക്കും ലളിതമായിട്ട്. അച്ഛൻ പറയും, മോനെ കർത്താവ് പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നാട്ടിൽ വന്നപ്പോൾ നാട്ടിൽ വലിയ സംസാരമായി. ഈ വലിയ എന്നെ കാണാനായിട്ട് ആൾക്കാരൊക്കെ വലിയ ഈ ഇപ്പോഴൊക്കെ വന്ന് എഴുന്നേറ്റ് നോക്കാൻ, കവലകളിലൊക്കെ എഴുന്നേറ്റ് നോക്കാൻ തുടങ്ങി. ഞാനൊരു വലിയ ഒരു സ്റ്റാറായി. അങ്ങനെ ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പ് വന്നു. ഒരു ദിവസം ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പ് നയിക്കുന്ന ലീഡർ വന്നില്ല. അന്ന് അൽഫോൺസ് ജന്മർഹത്തില്ല. അന്നത്തെ മദർ പറഞ്ഞു, ഒരു റോസലിയമ്മ അമ്മ പറഞ്ഞു, ജോസ് അങ്ങ് നയിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ എനിക്കറിയത്തില്ല, അത് ദൈവം നയിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് ആകെപ്പാടെ അറിയാവുന്ന ദൈവത്തെ സ്തുതിക്കാനാണ്. ഞാൻ എല്ലാവരും കണ്ണടച്ചിട്ട് ദൈവത്തെ സ്തുതിച്ചോളാൻ പറഞ്ഞു. ഇവർ പെട്ടെന്ന് സ്തുതിച്ച് നിർത്തിയപ്പോൾ ഇനിയും സ്തുതിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ 1 മണിക്കൂർ സ്തുതിപ്പ് കഴിഞ്ഞപ്പം എല്ലാവർക്കും ഭയങ്കര ദൈവാനുഭവം. ആ മദറൊരു പ്രഖ്യാപനം, ഇനി ജോസാ പ്രയർ നയിക്കുന്നത്. അതിനുശേഷം എൻ്റെ ഒരു സുഹൃത്ത് എന്നെപ്പോലെ തന്നെ ഒരു മനുഷ്യൻ, ഒരു നിരീശ്വരവാദിയായിരുന്നു. പക്ഷേ അയാൾക്ക് നല്ലൊരു കുടുംബക്കാരനായിരുന്നു. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു, അടിസ്ഥാനമുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹം അനീബെന്ന് പറയും, അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലാണ്. അദ്ദേഹം നവജീവിൽ അന്ന് പി യു തോമസ് ചേട്ടനോട് അറിയോ? നവജീവൻ നമ്മൾ ട്രസ്റ്റ് കേട്ടിട്ടുണ്ടോ? അനാഥരായ മാനസിക രോഗികളെ നോക്കുന്നത്. അന്ന് അവർ മെഡിക്കൽ കോളേജിൽ വാടക കെട്ടിടത്തിൽ അവരിങ്ങനെ 2 or 3 രോഗികളേ ഉള്ളൂ. ഈ തോമസ് ചേട്ടനോട് അനീവ് പോയി സഹായിക്കുന്നു. അപ്പം എന്നെ ഇടയ്ക്ക് വിളിച്ചുകൊണ്ട് പോകും അങ്ങനെ. അപ്പം ഞാനങ്ങനെ അന്ന് ട്രസ്റ്റൊക്കെ ആകുന്നേ ഉള്ളൂ. ഞാനും അങ്ങനെ ക്രമേണ അവിടെയായി, നവജീവൻ ശുശ്രൂഷകരായി. അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന സ്വപ്നം ഉണ്ടായിരുന്നല്ലോ അങ്ങേക്ക്, ഈ ഒരു LLB പഠിക്കണം, നേതാവാകണമെങ്കിൽ മിനിമം വക്കീലാകണം, അങ്ങനെയൊക്കെയുള്ള. അപ്പൊ അതൊക്കെ പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചോ? പിന്നെ തുറന്നു പഠിച്ചില്ലേ? ധ്യാനം കഴിഞ്ഞപ്പോൾ പനക്കിളച്ചൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് LLBക്ക് പോകാൻ ആഗ്രഹം. അച്ഛൻ പറഞ്ഞു, മോനെ നിന്റെ വിളി ഇതാണ്. ഞാൻ പറഞ്ഞു, ശരി അച്ഛൻ, ഞാൻ ഏറ്റെടുത്തു. ഇപ്പം എൻ്റെ മനസ്സ് പറഞ്ഞു, വേണ്ട, കർത്താവിനെ കണ്ടെത്തി. അതായത് എൻ്റെ ഹൃദയത്തിലെ ശൂന്യത മാറി, എൻ്റെ ഉള്ളിലെ ആത്മീയത. എങ്കിൽ പോലും നമുക്ക് കർത്താവിനെ കണ്ടുമുട്ടി, അത് ഏറ്റവും വലിയൊരു നന്മ, ഏറ്റവും വലിയ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ്. അതുകൊണ്ട് നമ്മൾ തുറന്ന് പഠിക്കേണ്ടെന്നോ, അങ്ങനെയല്ല, ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കേണ്ടെന്നോ വല്ല അർത്ഥമുണ്ടോ അതിന്? ഇല്ല. അതായത് ഞാൻ അന്ന് ജീവിച്ചത് എൻ്റെ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ജീവിതം മുഴുവൻ കൊടുത്തത്. അപ്പം എനിക്ക് മനസ്സിലായി അത് ഒരു പ്രയോജനമില്ല. അപ്പോൾ ഇനി ജീവിക്കുവാണെങ്കിൽ കർത്താവിന് വേണ്ടിയിട്ട്, അത് ഞാൻ അറിഞ്ഞൊരു സത്യമുണ്ട്, ദൈവത്തിന് വേണ്ടിയിട്ട് ജീവിക്കണം. അത് LLB പഠിച്ചു പോയി കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ലെവലിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ ആത്മരക്ഷ എന്നെപ്പോലും അനേകരുണ്ടല്ലോ. അല്ല, LLB പഠിച്ച് ഒരു വക്കീലായിട്ട് നിൽക്കുമ്പോൾ പോലും നമുക്ക് നമ്മുടെ ക്രൈസ്തവ സമുദായത്തിന് വേണ്ടി ശക്തമായ നിലപാട് എടുക്കാം. പക്ഷേ നമ്മളെ നയിക്കുന്നത് നമ്മളല്ലല്ലോ. പിന്നെ ഞാൻ എൻ്റെ കൺട്രോൾ മുഴുവൻ ദൈവത്തിന് കൊടുത്ത്, പിന്നെ എൻ്റെ ദൈവം എന്നെ നയിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളു പറഞ്ഞു, ഇനി കർത്താവിന് വേണ്ടി ജീവിക്കാൻ, ശുശ്രൂഷകനാണ്. അപ്പോൾ അന്നത്തെ കാലം എല്ലാവരും പറഞ്ഞു, അവന് പ്രാന്ത, ഇത്രയും LLB ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവൻ ഇതെല്ലാം ഇട്ടിട്ട് ധ്യാനം കൂടി വട്ടായി പോയെന്നൊക്കെ തമാശ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അന്ന് കരിസ്മാറ്റിക് ധ്യാനത്തിനൊക്കെ പോകുന്നവരെന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ടവരെയാണല്ലോ വിടുന്നത്. ഇന്നാണല്ലോ അതൊരു സ്വീകാര്യമായത് തന്നെ. അന്ന് പല പള്ളികളിൽ പോലും, നെഗറ്റീവായിട്ട് പറയല്ല, പറയുമ്പോൾ എന്തോ നമ്മൾ കയറ്റത്തില്ലായിരുന്നു. ഇന്നിപ്പോൾ സർവ്വസാധാരണമായി. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ള തോന്നലുണ്ടായി. അങ്ങനെയാണ് എൻ്റെ ജീവിതം മൊത്തം ഞാൻ മാറ്റിയെന്നല്ല, കർത്താവ് മാറ്റിമറിച്ചു. ഇതെല്ലാം റോമർ 9 അങ്ങനെ നവജീവനിലെ ശുശ്രൂഷകനായിട്ട് മാറി. 2000 വരെ അവിടെ അന്നത്തെ പി തോമസ് ചേട്ടനോട് പല സ്ഥലങ്ങളിലൊക്കെ ഞാനും ഇങ്ങനെ ശുശ്രൂഷ, അച്ഛന് തോമസ് ചേട്ടനെ സഹായിക്കാൻ കൂടെ പോയിട്ടുണ്ട്. അതിനുശേഷം കോട്ടയത്ത് മെഡിക്കൽ കോളേജിലെ പ്രയർ ഗ്രൂപ്പുകൾ, അവിടെ അനുഭവങ്ങൾ പറഞ്ഞ് പ്രസംഗിക്കുന്നു. ആ സമയം തന്നെ നമ്മുടെ സീറോ മലബാർ സഭയുടെ മൽപ്പാൻ മാത്യു വെള്ളാനിക്കലിച്ചൻ അച്ഛൻ്റെ ഒരു ബൈബിൾ ക്ലാസ് നടക്കുന്നുണ്ട് കോട്ടയത്തെ സ്പിരിച്വാലിറ്റി സെൻ്ററിൽ. അപ്പോൾ എനിക്ക് ബൈബിൾ പഠിക്കുന്നത് ഭയങ്കര ആഗ്രഹം. അപ്പം ഞാൻ അവിടെ ബൈബിൾ ക്ലാസ്സിന് ചെന്നു. ഇപ്പോൾ അച്ഛൻ എന്നെ മകനെ പോലെയാണ്, എനിക്കും അച്ഛനോട് അപ്പനെ പോലെയാണ്. 27 വർഷമായി എൻ്റെ ആത്മീയ ഗുരുവും പിതാവുമാണ് മാത്യു വെള്ളാനിക്കലിച്ചൻ. 27 വർഷമായിട്ട് ഇപ്പോഴും ബൈബിൾ പഠിക്കുന്നു. ഞാൻ ഇൻ്റർവ്യൂവിൽ പോരുന്നതിൻ്റെ ഇന്നലെ തലേ ദിവസം അച്ഛനെ വിളിച്ചിരുന്നു. അങ്ങനൊരു പിതൃപുത്ര ബന്ധമാണ്. അച്ഛനാണ് എന്നെ മാറ്റിമറിച്ചത്. അച്ഛൻ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. അപ്പോൾ സ്നേഹമാണ്
പ്രധാനം. അതെന്നെ ജീവിതത്തിൽ ഒത്തിരി മാറ്റിമറിച്ചു. അങ്ങനെ ഞാൻ ബൈബിൾ പഠിച്ചു. അതിനുശേഷം ലോഗോസ് ക്വിസിന് പലപ്പോഴും സമ്മാനങ്ങൾ, രൂപതകൾ കിട്ടി, ഇടവക കിട്ടി. അതിനുശേഷം ഞാൻ വടവാതൂർ സെമിനാരിയിൽ സഭാചരിത്രത്തിൽ, ഭാരത സഭാചരിത്രത്തിൽ ഡിപ്ലോമ പാസ്സായി. അങ്ങനെ ബൈബിൾ പഠിച്ചു, സഭാചരിത്രം പഠിച്ചു. അങ്ങനെ രൂപതയുടെ ഇപ്പം സർട്ടിഫിക്കറ്റ് ഉണ്ട് പ്രസംഗിക്കാനുള്ള. ബൈബിൾ ഈ സഭാചരിത്രമൊക്കെ ഒത്തിരി പഠിച്ചു. പ്രത്യേകിച്ചും വെള്ളാനിക്കലച്ചനെ പോലെയുള്ള ഒരു മഹാമേരുവിൻ്റെ ശിഷ്യനായിരുന്നുകൊണ്ട് നന്നായിട്ട് ഒത്തിരി അഭ്യസിക്കാൻ പറ്റി. ഇതൊക്കെ പിന്നീട് നമ്മുടെ ഈ സുവിശേഷ പ്രഘോഷണ മേഖലയിൽ പ്രയോജനപ്പെട്ടോ? അതായത് നമുക്ക് അറിയാത്തതിനെ പ്രഘോഷിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അച്ഛൻ്റെ എന്ന് പറഞ്ഞാൽ അച്ഛന് ജ്ഞാനിയുമാണല്ലോ. അച്ഛൻ്റെ സ്വഭാവം എന്നെ ഒത്തിരി ആകർഷിച്ചു. അങ്ങനെ അത് നമ്മുടെ പ്രസംഗത്തിൻ്റെ രീതിയിലുമെല്ലാം മാറ്റം വരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് വിജയപുരം രൂപതയുടെ കത്തീഡ്രൽ പള്ളിയിൽ എന്നെ സ്ഥിരമായിട്ടൊരു 13 വർഷം ഓരോ വികാരിച്ചന്മാർ വരുന്നവർ എന്നെ മാറ്റിയിട്ടില്ല. 13 വർഷക്കാലം ഞാനിങ്ങനെ ഒരു ആത്മാനെ കിട്ടാവുന്ന ഒരു ഏറ്റവും വലിയ ഭാഗ്യമാണ്. തുരുത്തിക്കോണം പിതാവ് മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കൊന്തയൊക്കെ തന്നു. പിതാവിൻ്റെ ഡയറിയിൽ, പേഴ്സണൽ ഡയറിയിൽ എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെന്ന് പിതാവിൻ്റെ ചേട്ടൻ്റെ മകനൊരു അച്ഛനുണ്ട്, അച്ഛൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെ ഓരോ 13 വർഷം എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രസംഗിച്ച നാളെ പ്രസംഗിക്കാൻ പറ്റത്തില്ല. അച്ഛന്മാരെ ശ്രദ്ധിക്കും. അങ്ങനെ 13 വർഷക്കാലം കൊണ്ട് ഞാൻ 250 വിഷയങ്ങളോളം പ്രസംഗിച്ചു. അപ്പോൾ കഷ്ടപ്പെടാൻ തുടങ്ങി. അന്ന് മൊബൈലൊക്കെ അധികം ഇന്നിപ്പോൾ മൊബൈലിൽ തപ്പിയാൽ മതി, ഒരു വിഷയത്തിന് വചനങ്ങളെല്ലാം കിട്ടും. അന്ന് ബൈബിൾ തന്നെ തപ്പി പിടിക്കണത് മൊത്തം എടുക്കണമെങ്കിൽ. ഇപ്പോൾ വെള്ളാനിക്കലച്ചിലെ ക്ലാസ് അതിന് ഉപകരിച്ചു. ഇപ്പോൾ 100-200ഓളം വിഷയങ്ങൾ കയ്യിലുള്ളപ്പം പ്രസംഗിക്കാൻ ഒരു ധ്യാനത്തിൽ 5 ദിവസത്തെ ധ്യാനത്തിൽ പോലും 10-12 വിഷയം മതിയല്ലോ. ഇതെന്ത് ചെയ്യും? അപ്പോൾ എന്നോട് പലരും മുന്നിൽ പുസ്തകമാക്കാൻ പറഞ്ഞു. ഞാൻ വെള്ളാനിക്കലച്ചോട് പോയി പറഞ്ഞു, അച്ഛാ ഇങ്ങനെ പുസ്തകം എഴുതാം. അച്ഛൻ മോൻ നീ എഴുതാടാന്ന് പറഞ്ഞു. ഞാൻ എഴുതി, അച്ഛനെ കൊണ്ട് കാണിച്ചു. അച്ഛനത് കറക്റ്റ് ചെയ്തു. അവസാനം പേരെന്നോട് ചോദിച്ചു. നമ്മൾ അച്ഛാ പേരിങ്ങനെ, ഞാൻ അച്ഛനൊരു പേരിടാൻ പറഞ്ഞു. അങ്ങനെ ഈ പുസ്തകത്തിൻ്റെ പേര് അച്ഛൻ തന്നെ ഇട്ടു. നാം ദൈവമക്കൾ എന്നാണ് ബുക്കിൻ്റെ പേര്. അച്ഛൻ അവതാരിക എഴുതി തന്നു. ചങ്ങനാശ്ശേരി ഞാൻ ചങ്ങനാശ്ശേരി രൂപതക്കാരനാണ്. എൻ്റെ അഭിവന്യ പിതാവ് പെരുന്തോട്ടം പിതാവും സഹായമത്രൻ അഭിവന്യ തറയി പിതാവും ആശംസ എഴുതി. ആ ബുക്ക് ഇറങ്ങി. അത് ഫസ്റ്റ് എഡിഷൻ കഴിഞ്ഞു, സെക്കൻഡ് എഡിഷൻ കഴിഞ്ഞു, തേർഡ് എഡിഷൻ എടുക്കാൻ നേരത്താണ് കോവിഡ് ആയത്. അങ്ങനെ കർത്താവ് അതിനെ ബ്ലെസ് ചെയ്തു. അങ്ങനെ ഒരു കവി കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ ധാരാളം കവിതകളും കുറേ ഭക്തിഗാനങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ യൂട്യൂബിലൊക്കെ അങ്ങയുടെ ഒത്തിരി ഗാനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഈ അങ്ങനെയുള്ള ഈ പാട്ടുരചനയിലേക്ക് കടന്നു വരുന്നത് എങ്ങനെ? ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കവിതകൾ എഴുതുമായിരുന്നു. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് രചന മത്സരം, കവിത പാരായണ മത്സരത്തിൽ എല്ലാവരും ONVയുടെയും കടമനിട്ടയുടെയും കവിത ചൊല്ലുമ്പോൾ ഞാൻ എഴുതിയ കവിത ചൊല്ലുമായിരുന്നു. അപ്പം ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് എഴുതാൻ തുടങ്ങി. ഒരുപാട് പാട്ടുകൾ എഴുതാൻ ദൈവനെ അനുവദിച്ചിട്ടുണ്ട്. അതിലൊരു ചില പാട്ടുകളൊക്കെ കുറേയൊക്കെ പ്രശസ്തമായി. ഞാൻ വിമലേരിപ്പള്ളിയിൽ ഒരിക്കലും ആരാധന നടക്കുന്ന സമയത്ത്, ശുശ്രൂഷ നടക്കുന്ന ആരാധന ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കർത്താവ് എൻ്റെ ഉള്ളിൽ ഒരു പാട്ട് വന്നു. ഞാൻ നോക്കിയിട്ട് എഴുതാൻ സ്ഥലമില്ല, പേന മാത്രമേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് ബൈബിളിലേക്ക് എഴുതി ആ പാട്ടാണ് ബഹുമാനപ്പെട്ട സംഗീത ചക്രവർത്തിയാണ് നമ്മുടെ ഷാജി തുമ്പേച്ചറച്ചൻ. അച്ഛനെ കൊടുത്ത് അച്ഛൻ അത് മ്യൂസിക് ചെയ്തു. ആ പാട്ട് കുടക്കീഴിൽ എന്ന പോൽ വിഷത്തുള്ളി വീഴാതെ, കൂടാരം എന്ന പോൽ പാപക്കാറ്റേശാതെ, തളൽമരം എന്ന പോൽ വെയിലേറ്റു വാടാതെ, മഴനിലാവെന്ന പോൽ മനം മടുപ്പിയലാതെ, മറിയം എന്ന ആശ്രയം. തമിഴിൽ അനുരാധ ശ്രീറാം പാടി ഒത്തിരി ഹിറ്റായി. അതിനുശേഷം ധാരാളം പാട്ട്. ഇപ്പം ജെറി എം.എൽ. ദേവ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മ്യൂസീഷ്യനാണ് ജെറി എം.എൽ. ദേവ്. എൻ്റെ പാട്ട് മ്യൂസിക് ചെയ്തു. പിന്നെ നമ്മുടെ ആൻ്റണി ഉരുളിയാനിക്കൽ സംഗീത ചക്രവർത്തിയാണ്. അച്ഛനെ എനിക്ക് മോനോപോളിയാണ്. എന്നോട് വലിയ സ്നേഹമാണ്. അച്ഛനെൻ്റെ ഒരു സംഗീതത്തിലെ ഒരു ഗുരുവാണ്. അച്ഛൻ പാട്ട് മ്യൂസിക് ചെയ്തു. സംഗീതം അങ്ങനെ ഒരുപാട് പേര്, ജാക്കബ് കൊരട്ടി, അങ്ങനെ പാട്ടുകൾ ചെയ്യുന്നു. ഇപ്പം ഞാൻ സ്വന്തമായിട്ട് ജോസ് പണിച്ചികളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതേ ഉള്ളൂ. അൽഫോൻസാമ്മയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ട് എഴുതി MG ശ്രീകുമാറോ മറ്റോ പാടിയിട്ടുണ്ടല്ലോ. അത് അൽഫോൻസാമ്മയെ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വ്യക്തി ഒരു CD ഇറക്കി. അപ്പം ഞാൻ അന്നൊരു പാട്ട് എഴുതി, വിശുദ്ധി തൻ മാതൃക അൽഫോൻസ, സഹനത്തിന് മാതൃക അൽഫോൻസ. അങ്ങനെ MG ശ്രീകുമാർ ആ പാട്ട് പാടിയിട്ടുണ്ട്. കെസ്റ്റർ, മർക്കോസ്, ദലീമ, അങ്ങനെയൊക്കെ പാടാൻ ദൈവം ഇടയാക്കി. നമ്മൾ എഴുതിയെന്നും പറയാൻ പറ്റത്തില്ല, ദൈവം നമ്മളെ എഴുതിപ്പിച്ചു. അങ്ങനെ കർത്താവിൻ്റെ കരുണയാൽ അതെല്ലാം സംഭവിച്ചു. ഈ മുഴുവൻ സമയ ശുശ്രൂഷയിലേക്ക് വന്നതിന് ശേഷം പിന്നീട് എപ്പോഴെങ്കിലും ഒരു ബിസിനസ്സോ ജോലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിട്ടില്ലേ? സ്വാഭാവികമായിട്ടും കുറേ സാമ്പത്തിക ഞെരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ. അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. ഒരിക്കലും നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് കള്ളത്തരം പറയാൻ പറ്റത്തില്ല. അവൻ്റെ മുമ്പിലെല്ലാം പകൽ വെളിച്ചം പോലെയല്ലേ. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ശുശ്രൂഷ എന്ന് പറയുന്നത് നമുക്കൊരു ഫിക്സഡ് വരുമാനം ഒന്നുമില്ലല്ലോ.
ചിലപ്പോൾ കിട്ടും, ആരെങ്കിലും ചെയ്യാൻ തരും, ചിലപ്പോൾ തരത്തില്ല. ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് നാൾ ഒരു ജോലിക്ക് പോയി. അപ്പോൾ എൻ്റെ വൈഫ് തന്നെ പറഞ്ഞു, നമുക്ക് ആ പഴയ ദാരിദ്ര്യമാണ് നല്ലത്. കാരണം പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ പഴയ ഒരു സന്തോഷം കുടുംബത്തിൽ തോന്നുന്നില്ല, അല്ലെങ്കിൽ ഒരു പഴയ ഒരു സംതൃപ്തി. അങ്ങനെ മുഴുവൻ സമയ ശുശ്രൂഷയിലേക്ക് പിന്നെയും വന്നു. ഒരു 5-6 മാസത്തേക്ക് മാറി നിൽക്കേണ്ടി വന്നിട്ടുള്ളൂ. കാരണം അന്ന് തൊട്ട് 30 വർഷമായിട്ട് മുഴുവൻ സമയം. അതൊരു ശരിയായ ഒരു ധാരണയാണോ? നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുന്നു, അതിലൂടെ നമുക്കൊരു വരുമാനം ഉണ്ടാകുന്നു. ആ വരുമാനം ഉണ്ടായെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ കുറച്ചുകൂടെയൊക്കെ എളുപ്പമാകുന്നു. മറ്റേത് ദൈവത്തിൻ്റെ പരിപാലനമുണ്ട്, ഒരു സംശയം വേണ്ട അക്കാര്യത്തിൽ. പക്ഷേ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, ഒരുപാട് ഞെരുക്കത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി കുറച്ചുകൂടെ ഒന്ന് സ്വസ്ഥമാകാനായിട്ട് ഒരു ചെറിയ വരുമാന മാർഗം ഉണ്ടാകുന്നതിൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. തീർച്ചയായിട്ടും അങ്ങനെയാണ് ചെയ്യേണ്ടത്. പൗലോസ്ലീഹയൊക്കെ അങ്ങനെയാണല്ലോ ചെയ്തത്. പൗലോസ്ലീഹ ഒന്നും ആരുടെയും ഒരു ഔദാര്യവും സ്വീകരിച്ചിട്ടില്ല. പൗലോസ്ലീഹ പറഞ്ഞൊരു വചനമുണ്ട്, അഭിമാനക്ഷതം ഏൽക്കുന്നതിലും നല്ലത് മരിക്കുന്നതാണ്. അദ്ദേഹം ഭയങ്കര അഭിമാനത്തിന് 1-ാം സ്ഥാനം കൊടുത്ത ആളാണ്. ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം അപ്പൻ്റെ ഒരു മോനാണല്ലോ ഞാൻ. അപ്പം ഭയങ്കര അഭിമാനിയായിരുന്നു. അപ്പോൾ ഇത് അപ്പം എൻ്റെ വൈഫ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കത് ക്ലാരിഫൈ ചെയ്യണം. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ഭാരം, ശുശ്രൂഷകൾ വരുന്നു, പോകാൻ പറ്റുന്നില്ല. ജോലിക്ക് പോകുമ്പോൾ ശുശ്രൂഷയ്ക്ക് പോകാൻ പറ്റത്തില്ല. ഇത് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ തടിമില്ലി പണിയാൻ പോവുക, കൂലിപ്പണിയാണ്. അപ്പോൾ സമയം കിട്ടത്തില്ല, അതിൻ്റെ തുച്ഛമായ വരുമാനമേ ഉള്ളല്ലോ. അപ്പോൾ ഞാൻ കോഴിക്കോട് കുളത്തുവയിൽ ധ്യാനം കൂടാൻ പോയി. കോഴിക്കോട് കുളത്തുവയിൽ ധ്യാനം കൂടുമ്പം കൗൺസിൽ ചെയ്ത ആൾ അയാളൊന്നും പറഞ്ഞില്ല. ഒരു ലേഡിയായിരുന്നു, ഒരു സ്ത്രീയായിരുന്നു. അവർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ കാലെ തടി വീഴുന്ന കാണുന്നുണ്ട്, കർത്താവ് നിന്നോട് ഇനി ജോലിക്ക് പോകണ്ട, നിന്നെ മുഴുവൻ സമയം ശുശ്രൂഷയിൽ നിന്നെ ഞാൻ പരിപാലിക്കും എന്ന് പറയാൻ പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായത് കർത്താവിൻ്റെതാണ്. കാരണം ഞാനൊരു കാര്യവും പറയാതെ ഒരാൾ പ്രാർത്ഥിച്ചിട്ട്, അപ്പം ഞാൻ പോയത് തന്നെ ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണല്ലോ. കാരണം കുടുംബം തന്ന കർത്താവ് ആണല്ലോ, ആ കുടുംബത്തെ പോറ്റണമല്ലോ. അപ്പം അങ്ങനെ ദൈവത്തിൽ നിന്ന് തന്നെയാണ് എനിക്കൊരു ക്ലാരിറ്റി കിട്ടി. അങ്ങനെയാണ് ഞാൻ പിന്നെ കലപ്പെ കൈ വെച്ചിട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയില്ല, മുന്നോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു. എത്ര കഷ്ടപ്പാടും ദാരിദ്ര്യം വന്നാലും അത്രയേ ഉള്ളൂ. പക്ഷേ പോലും എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ ഞാൻ കണ്ടു. പ്രത്യേകിച്ച് ഇപ്പോൾ കോവിഡ് കാലഘട്ടമില്ലേ, ശുശ്രൂഷ ഉള്ള കാലത്തെ കഴിഞ്ഞ് സുഖമായിട്ടാണ്, അതിനേക്കാൾ സുഖമായിട്ടാണ് കോവിഡ് കാലത്ത് ജീവിച്ചത്. അത് തീർച്ചയായിട്ടും നമ്മൾ ഈ കാലയളവിൽ കണ്ടിട്ടുണ്ട്. കർത്താവിൽ ശരണപ്പെട്ട് തീർച്ചയായിട്ടും ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് നിന്നവരെ ഈ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷാമകാലം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ക്ഷേമകരമായിട്ട് ദൈവം പരിപാലിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഷായിയച്ചൻ അങ്ങനെ ഒരു പാട്ടോ വരെ എഴുതിയിട്ടുണ്ട്. അതിനൊരു അത്ഭുതം ഉണ്ടായി ബ്രദറെ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ വീടിനടുത്താണ്, ഒരു 3 കിലോമീറ്റർ ചാവറ കുര്യാക്കോസ് ഏരിയാസ് അച്ഛൻ്റെ പള്ളി. ഞാനവിടെ 11 മണിക്ക് മിക്കവാറും കുർബാനയ്ക്ക് പോകും. എൻ്റെ കുഞ്ഞുങ്ങളെ തൊട്ട് ആ സ്കൂളിൽ തന്നെയാണ്, തൊട്ട് ചേർന്ന സ്കൂളിലാണ് പഠിക്കുന്നത്. ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ബ്രദർ ബൈബിൾ പ്രസംഗിക്കുന്ന ആളല്ലേ? ഞാൻ പറഞ്ഞു അതെ. ബ്രദർ വിശുദ്ധനായിട്ട് പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല. എത്ര വർഷമായി ശുശ്രൂഷ എന്ന് തുടങ്ങിയിട്ട്? ഞാൻ പറഞ്ഞു 30 വർഷത്തോളമായി. എന്തുകൊണ്ടാണ് പോകാത്തത്? ദൈവത്തിൻ്റെ സമയമായില്ല. ഇങ്ങനെ പോകുന്ന പ്രവചനങ്ങളുണ്ട്. കാശില്ല ചേട്ടോ, പണം ഇല്ലാത്തതുകൊണ്ടാണോ പോകാത്തത്? ഞാൻ പറഞ്ഞു പണം വേണം, എൻ്റെ സമയമായില്ല. ഓക്കെ, ബ്രദർ എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരുമോ? ഞാൻ പറഞ്ഞു പറ്റുമ്പോഴൊക്കെ വരും. നാളെ വരുമോ? ഞാൻ നാളെ വരും. ഈ മനുഷ്യൻ ആരാ, എന്താ പേരെന്നാ, എവിടത്തുകാരൻ ഒന്നും എനിക്കറിയത്തില്ല. പിറ്റേ ദിവസം വന്നിട്ട് ഈ മനുഷ്യൻ എൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപ എടുത്ത് തന്നിട്ട് പറഞ്ഞു, ഏറ്റവും അടുത്ത് ആരാണ് വിശുദ്ധ നാട്ടിൽ പോകുന്ന ആ ടീമിലൂടെ പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, ഇത് കർത്താവ് തരുന്നതാണ്, ഞാൻ തരുന്നതല്ല. പേരുടെ പേരറിയത്തില്ല, നാടറിയത്തില്ല, വീടറിയത്തില്ല, ആരാന്നറിയത്തില്ല. സത്യം പറയുന്നത് കള്ളപ്പണമാണെന്ന് പോലും അറിയത്തില്ല. ഒന്നും അറിയാം. ഒരാളോട് 1 ലക്ഷം രൂപ കയ്യിലോട്ട് തരിക, വിശുദ്ധനാട്ടിൽ പൊക്കോളാൻ പറഞ്ഞാലേ. അപ്പം അദ്ദേഹം ഒരു ഡിമാൻഡ് വെച്ചു. ഡിമാൻഡ് ഇതാണ്, ഇത് കർത്താവ് തരുന്ന പണമാണ്, ഇത് വേറെ ആരും അറിയരുത്. ഞാൻ പറഞ്ഞു ആരോടും പറയത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞു ഒരു കാര്യം, എനിക്ക് എൻ്റെ ഭാര്യയോട് പറയാതിരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം പറഞ്ഞു അതും പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, സഹോദരൻ പൈസ കൈ വെച്ചു, എൻ്റെ ഭാര്യയോട് ചോദിച്ചിട്ട് വരട്ടെ. അപ്പോൾ അയാൾ പണം ബ്രദറിൻ്റെ ഇരുന്നോട്ടെ, ബ്രദർ ഭാര്യയോട് പോയി ചോദിച്ചു. എൻ്റെ ഭാര്യയോട് പോകാൻ പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ അവൾ തമാശ രൂപേണ പറഞ്ഞു, ഞാൻ അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ, നിങ്ങൾ പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ബ്രദറെ ഞാൻ വിശുദ്ധനാട്ടിൽ പോകുന്നൊരു തലേദിവസം ഈ മനുഷ്യൻ്റെ 10,000 രൂപ കൂടെ തന്നു. അത്യാവശ്യം ഇവിടെ സാധനങ്ങൾ ബാഗി മേടിക്കണ്ടേ. സത്യം പറഞ്ഞാൽ 86,000 രൂപ അന്ന് മതിയായിരുന്നു, 3 വർഷം മുമ്പ്. അതുകൊണ്ട് ഞാൻ പോയ ഇപ്പോൾ 3 വർഷമായി, 86 രൂപ മതി പോകാൻ. പക്ഷേ എൻ്റെ 1,10,000 രൂപ. അപ്പം ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ഞങ്ങളുടെ ഇടവ വികാരി റവറൻ ഡോക്ടർ മാണി പുതിയടം ദീപികയുടെ മുൻ മാനേജരാണ്. അപ്പോൾ അച്ഛൻ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം 47 പേരിൽ 45 43 സീറ്റായി, 1-2 സീറ്റേ ഉള്ളൂ. ഞാൻ ഓടിക്കൊണ്ട് പണം കൊടുത്തു. അങ്ങനെ അത്ഭുതകരമായി ഞാൻ പോയി. മാത്രമല്ല എനിക്ക് പണം തന്ന മനുഷ്യൻ്റെ ഒരു കാര്യം എനിക്കറിയത്തില്ല, പേര് മാത്രം അറിയും. പിന്നീട് അദ്ദേഹത്തെ ഫോൺ വിളിച്ചാൽ അദ്ദേഹം എടുക്കത്തില്ല, അദ്ദേഹം എന്നെയും വിളിക്കാറില്ല. അതിനുശേഷം 1-2 പ്രാവശ്യം കണ്ടിരുന്നു, എന്നെ സഹായിച്ചിരുന്നു. അതിന് അപ്പുറത്തേക്ക് ഒരു ബന്ധവും ഇല്ല. ഇത് കർത്താവല്ലേ? തീർച്ചയായിട്ടും
അത് ദൈവം ഇങ്ങനെ പല വഴികളിലൂടെയൊക്കെ ദൈവം പല വ്യക്തികളിലൂടെയൊക്കെ നമ്മളെ പരിപാലിക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യങ്ങളെയൊക്കെ ദൈവം നിറവേറ്റി തരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതുപോലെ എസ്പെഷ്യലി ചില ഈ ടൂർ പ്രോഗ്രാം വരെ കർത്താവ് അറേഞ്ച് ചെയ്ത് തരും. അല്ല, ഞാൻ ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ലേ ഒരിക്കലും. അങ്ങനെ ഒരുപാട് കർത്താവിൻ്റെ വഴികൾ. കുടുംബജീവിതത്തെ കുറിച്ച് പറഞ്ഞാൽ മക്കൾ എത്ര പേരാ? എനിക്ക് 2 പെൺകുട്ടികളാണ്. അവരെന്ത് ചെയ്യുന്നു? മൂത്ത മോള് +2 പഠിക്കുന്നു, അൽഫോൺസ. ചെറിയ കുട്ടികളാണ്. രണ്ടാമത്തെ മോള് 9ാം ക്ലാസ് പഠിക്കുന്നു, ആക്ടേഴ്സ്. വൈഫിൻ്റെ പേര് റീന. വൈഫ് ഒരു നേഴ്സറി ടീച്ചറാണ്, നേഴ്സറി സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ സന്തോഷകരമായിട്ട് പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, ഈ പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടവും അനന്തര ഈ സമയമൊക്കെ നമ്മൾ എല്ലാവരും തന്നെ വളരെ ഞെരുക്കങ്ങളിലൂടെയാണല്ലോ പോകുന്നത്. അത്രേ ഒരു വചനമില്ലേ സങ്കീർത്തനത്തിൽ പറയുന്നത്, 34-ാം സങ്കീർത്തനത്തിൽ പറയുന്നില്ലേ, സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് പറഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവില്ല. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയും, ഓരോരുത്തരും ദൈവം ഓരോ തരത്തിലാണല്ലോ നയിക്കുന്നത്. പ്രധാന നയിക്കുന്ന പോലെയല്ലോ എൻ്റെ അനുഭവത്തിൽ തക്ക സമയത്ത്, നേരത്തെ ഇല്ല താമസിച്ചുമില്ല, ഞങ്ങളുടെ കാര്യം തക്ക സമയത്ത് ദൈവം എല്ലാം ക്രമീകരിക്കും. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്, ഇപ്പോൾ എന്നെക്കഴിഞ്ഞും വിശ്വാസം എൻ്റെ കുടുംബത്തിലുള്ളവർക്കാണ്. തക്ക സമയത്ത് ദൈവം ഒന്നിനും കുറവില്ലാതെ തക്ക സമയത്ത് നയിക്കുന്നു. അതും ഒരു അത്ഭുതമാണ്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പറയാനായിട്ടുണ്ട്. ഇതുവരെ ഒരു ദുഃഖോത്തര നിരാശയൊന്നും തോന്നിയിട്ടില്ല? നിരാശയൊന്നും തോന്നിയിട്ടില്ല. സുവിശേഷത്തെ പ്രതി എനിക്ക് നിരാശ തോന്നിയിട്ടില്ല. ജീവിതത്തിൽ ചില വിഷമങ്ങൾ സങ്കടമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ സുവിശേഷത്തെ പ്രതി എനിക്ക് ഇന്നുവരെ ലജ്ജിക്കേണ്ടിയും വന്നിട്ടില്ല. അതെന്നെ കാണുമ്പോൾ തന്നെ ബ്രദറിന് അറിയത്തില്ലേ. ഒരു മനുഷ്യൻ, ബ്രദർ ഒരു ശുശ്രൂഷകനാണല്ലോ, ഒരു മനുഷ്യൻ ഹൃദയം കൊണ്ട് പറയുന്നതും ഒരു മനുഷ്യൻ അവൻ്റെ ബുദ്ധിയുടെ തലത്തിൽ അല്ലെ അഭിനയം കൊണ്ട് പറയുന്നതും ബ്രദറിന് പറയാം, കേട്ടിരിക്കുന്നവർക്കും അറിയാം. കാരണം മനുഷ്യർക്കെല്ലാം നല്ല ബുദ്ധിയാണല്ലോ, ആർക്കാ ബുദ്ധിയില്ലാത്ത. ഇതുവരെ എനിക്ക് ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല സുവിശേഷത്തെ പ്രതി. സുവിശേഷത്തെ പ്രതി എനിക്ക് അഭിമാനമാണ്. കാരണം ശൂന്യതയിൽ നിന്ന് കർത്താവ് ഇത്രത്തോളം കൊണ്ടുവന്നില്ലേ, അതെനിക്ക് അഭിമാനമാണ്. പൗലോസ് പറഞ്ഞത്, ഞാൻ എൻ്റെ ബലഹീനതകളെക്കുറിച്ചാണ് ഞാൻ അഭിമാനിക്കുന്നത്. എപ്പോഴെങ്കിലും പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിദ്ധാന്തങ്ങളോട് വീണ്ടും ഒരു ആകർഷണം തോന്നുകയും അങ്ങോട്ടൊക്കെ ആ രീതിയിലേക്കൊക്കെ ഒന്ന് മടങ്ങിപ്പോകണം എന്നുള്ള ഒരു ചിന്ത വല്ലതും ഉണ്ടാകുകയല്ലോ ചെയ്തിട്ടുണ്ട് എപ്പോഴേലും? ഒരിക്കൽ പോലും അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് അവരോടെല്ലാം നല്ല ബന്ധമാണ്, അവരോടെല്ലാം നല്ല സ്നേഹമാണ്, അവരോട് ബഹുമാനമാണ്. പക്ഷേ ആശയത്തോട് അവരോട് സുവിശേഷം പറയാൻ പറ്റിയിട്ടുണ്ടോ? അവരോട് സുവിശേഷം പറയാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഒരിക്കലേ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ്. എൻ്റെ കൂടെ ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഡ്രൈവിംഗ് പഠിച്ചിട്ട് ചെറുപ്പക്കാരൻ. അപ്പോൾ അവിടെ ഹോട്ടലിൽ നിന്നൊരു പാട്ട് കേട്ട്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കും, അപ്പോൾ മറ്റുള്ള കൂട്ടിച്ചേർക്കപ്പെടും. ആ പാട്ട് കേട്ടപ്പോൾ ഞാൻ കൂടെ വന്ന ഈ ചെറുപ്പക്കാരോട് പറഞ്ഞു, അവരോട് പറഞ്ഞു, ഈ വചനം എന്നെ മാനസാന്തരപ്പെടുത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അതെന്നാ? അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്ത്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ 8 വർഷമായി കുമ്പസാരിച്ചിട്ട്, എനിക്കൊന്ന് എനിക്കിപ്പോൾ കുമ്പസാരിക്കണം. അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്നത് ഇവനെ ഞാൻ എവിടെ കൊണ്ട് എപ്പോൾ കുമ്പസാരിക്കും? എന്നൊരു 12-1 മണി ആ സമയത്ത്, നട്ടുച്ച സമയം. അപ്പോൾ തൊട്ടടുത്തൊരു സെൻറ്റ് ലൂക്ക് പള്ളിയുണ്ട്. പെട്ടെന്ന് എനിക്ക് ആ തോന്നലുണ്ടായി, കർത്താവ് എന്നെ അങ്ങോട്ട് ഈ ചെറുപ്പക്കാരനെ കൂട്ടി ഞാൻ പോയി കുമ്പസാരിച്ചു. അപ്പം ഞാൻ ഓർക്കാണ്, ഒരു പാട്ട് കേട്ടു, ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ച് തന്നെ 8 വർഷമായിട്ട് കുമ്പസാരിക്കാത്തവൻ പോയി കുമ്പസാരിക്കും. അതിനുശേഷം പലരോടും ഞാൻ സുവിശേഷം പറയാനായിട്ട് പറ്റിയിട്ടുണ്ട്. പലരും അങ്ങനെ കർത്താവിലേക്ക് വരാൻ ഇടയായിട്ടുണ്ട്. അതെല്ലാം കർത്താവിൻ്റെ പ്രവൃത്തി. ഇപ്പോൾ എവിടെയൊക്കെയാണ് അങ്ങ് കൂടുതലായിട്ട് ഈ ശുശ്രൂഷയിൽ കേന്ദ്രീകരിക്കുന്നത്? ഞാൻ പല ടീമുകളിൽ പോയിട്ടുണ്ട്. ഞാൻ കോട്ടയത്ത് ഫാദർ തോമസ് അമ്പാട്ടുവഴി അച്ഛൻ്റെ കൂടെ പരിത്രാണ ധ്യാന മന്ദിരത്തിൽ അച്ഛൻ്റെ കൂടെ 5-6 വർഷം ഉണ്ടായിരുന്നു. അവിടെ കുറേ വർഷങ്ങളുണ്ടായിരുന്നു അതിലെ പ്രൊഫഷണൽ കൗൺസിലിംഗ് അച്ഛൻ്റെ കാലത്ത്. അതിനുശേഷം പിന്നെ ഷാജി തുമ്പി അച്ഛനോടെ കൂടി 10-12 വർഷം ഉണ്ടായിരുന്നു. അച്ഛന് ഒരു സെൻറ്ററില്ലല്ലോ, പല സ്ഥലങ്ങളിലായിട്ട് അച്ഛൻ്റെ കൂടെ പോകുമായിരുന്നു. പിന്നെ കോട്ടയം ആശ്രമത്തിൽ മിക്കവാറും വൺഡേ കൺവെൻഷനുകൾക്ക് എന്നെ സ്ഥിരമായിട്ട് വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ വേറെ പല ടീമിലും പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കോവിഡ് കാലമായ പിന്നെ ടീമുകളിൽ പോകുന്നു. ഇപ്പോൾ എനിക്ക് ഒരു പ്രേരണ, കുറച്ച് എഴുതണം. ഇപ്പം ആദ്യത്തെ പുസ്തകം എഴുതി, ദൈവത്തിൻ്റെ കരുണയല്ലാതെ അങ്ങ് രക്ഷപ്പെട്ടു. രണ്ടാമത്തെ പുസ്തകം എഴുതി പകുതി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആത്മീയ ജീവിതാനുഭവത്തിലേക്ക് വന്നതിന് ശേഷം അങ്ങ് പരിപൂർണ്ണ സംതൃപ്തനാണോ ഈ ജീവിതത്തിൽ? തീർച്ചയായിട്ടും പരിപൂർണ്ണ സംതൃപ്തനാണ്. ഭാര്യയും മക്കളും എല്ലാവരും ഒക്കെ അടങ്ങുന്ന കൊച്ചു കുടുംബം വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകും. എല്ലാവരും സന്തോഷം. ഞങ്ങൾ സന്തോഷമാണ്. ഒരു വ്യക്തി ഹാപ്പി ആണെന്ന് അറിയണമെങ്കിൽ അയാളെ കാണുമ്പോൾ അറിയാലോ. എൻ്റെ ഭാര്യയുടെയും മക്കളെ എല്ലാം കൊണ്ടും എല്ലാവർക്കും ഭയങ്കര സന്തോഷം. എല്ലാവരെയും നമുക്ക് അങ്ങനെ കണ്ടാൽ തിരിച്ചറിയണമെന്ന് നിർബന്ധമില്ല. അതെ. ചാർലി ചാപ്ലിൻ പറഞ്ഞു, ഞാൻ മഴയത്ത് നടക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്, ഞാൻ കരയുന്നത് ആരും കാണുന്നില്ല. പുറമേക്ക് ചിരിപ്പിക്കുമ്പോഴും ചിരിച്ചു കാണിക്കുമ്പോഴും ഉള്ളിൽ കരയുന്ന ഒരുപാട് പേരുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ. അപ്പം ബ്രദറ് ശരിക്കും അകത്തും പുറത്തും ഒരുപോലെ
ചിരിക്കാനും സന്തോഷിക്കാനും കഴിയുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു നിസ്സാര കാര്യമല്ല അത്. കാരണം ഞാൻ പറയാൻ കാര്യം ഇതൊരു പേഴ്സണൽ സംസാരമായിരുന്നെങ്കിൽ നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയത്തുള്ളൂ. ഇതൊരു ചാനലാകുമ്പോൾ പുറത്തു പോകും. അപ്പോൾ ആൾക്കാർക്ക് ഇതിനകത്തെ കള്ളത്തരം പിടികിട്ടും, ഞാൻ കള്ളത്തരം പറഞ്ഞെങ്കിൽ. അപ്പം അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത് പൊളിഞ്ഞു പോകും ഈ നമ്മുടെ ഈ ഇൻ്റർവ്യൂ തന്നെ. അപ്പോൾ ആൾക്കാർക്കറിയാം ശരിക്കും അവൻ പറഞ്ഞത്. ഞാനെപ്പോഴും ഹാപ്പിയാണ്. പലപ്പോഴും അങ്ങനെ എൻ്റെ കുടുംബത്തും അങ്ങനെയല്ല ഹാപ്പി. കാരണം കുടുംബം വിട്ടൊരു ജീവിതമില്ല. ഒന്നേ വീട് അല്ലെ പള്ളി. ഒന്നേ എന്നെ വീട്ടിൽ കാണും, അല്ലെ ഏതെങ്കിലും പള്ളിയിൽ കാണും. വീട്ടിലില്ല പള്ളി. ഏതെങ്കിലും കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന സെൻറ്റർ കാണും. വേറെ ഒന്നും പോകത്തില്ല. ഞാനൊരു സിനിമയ്ക്കൊക്കെ അഡിക്റ്റ് ആയിരുന്നു. 92 വരെ ഞാൻ കാണാത്ത സിനിമയില്ല. അതിനുശേഷം ഞാൻ ഇതുവരെ സിനിമ കണ്ടിട്ടില്ല. കണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് അത്ര സമയം കളയാനില്ല, രണ്ട് അതിൽ കൂടുതൽ സംതൃപ്തി നമുക്ക് ഉണ്ട്, മറ്റൊന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അല്ലാതെ സിനിമ മോശമായിട്ടോ സിനിമ ശരിയാഞ്ഞിട്ടോ അതെല്ലാം ഒത്തിരി നന്മയുണ്ട്. അതും ദൈവത്തിൽ നിന്നാണല്ലോ എല്ലാം വരുന്നത്. പക്ഷേ അങ്ങനെ ഇപ്പോൾ കർത്താവിൽ ആനന്ദിക്കാനുള്ളൊരു കൃപ ദൈവം തന്നു. ഓക്കെ, ഏതായാലും വളരെ സന്തോഷം ബ്രദറെ. കോട്ടയത്തുനിന്ന് രാവിലെ ഇത്ര ദൂരം യാത്ര ചെയ്ത് വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് അങ്ങയുടെ ഈ വലിയൊരു മാനസാന്തരത്തിൻ്റെ അനുഭവം, അതായത് സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന അങ്ങ് പിന്നീട് കർത്താവിൻ്റെ വഴിയിലേക്ക് വന്ന് ജീവിതം മുഴുവനായി ദൈവത്തിന് സമർപ്പിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ അതിൽ കുടുംബമായിട്ട് സന്തോഷിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന അങ്ങയുടെ അനുഭവങ്ങൾ നമ്മുടെ ദൈവജനവുമായിട്ട് പങ്കുവച്ചതിൽ ഒത്തിരി സന്തോഷം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ.